4 മാർക്ക്, 1 മാർക്ക് പോലും പോകത്തില്ല. എപ്പോഴും വരാറുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിനകത്ത് പഠിക്കേണ്ട 4 കാര്യങ്ങൾ. ആദ്യം നെഗേഷൻ, രണ്ടാമത് കോൺവേഴ്സ്, മൂന്നാമത് കോൺട്രാപോസിറ്റീവ്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. നാലാമത് പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ദാറ്റ് യൂസിങ് കോൺട്രഡിക്ഷൻ മെത്തേഡ്, അങ്ങനെയാ ചോദ്യം വരുന്നത്. യൂസിങ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വരും. √2 ഈസ് ഇറാഷണൽ അല്ലെ √3 ഇറാഷണൽ, അങ്ങനെയാണ് ചോദ്യം വരുന്നത്. അടുത്ത പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഇത് ഉണ്ടാവും ചോദ്യം. നെഗേഷൻ എഴുതാൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ഈ ഒരു വാക്ക് ചേർത്ത് എഴുതുക. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, എന്നിട്ട് ആ തന്ന കാര്യം അതുപോലെ അങ്ങ് എഴുതി വെക്കുക. ഈ ഒരു സെന്റൻസ് ചേർത്ത് കഴിഞ്ഞാൽ നെഗേഷൻ ആയി. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്, ഇങ്ങനെ വന്നിരിക്കുക. അത് ക്യാപിറ്റൽ ആകുമോ ആകാതിരിക്കുമോ, നമ്മൾ ആൻസർ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ആ തന്ന കാര്യം അതുപോലെ എഴുതും, ഒരു മാറ്റവും വരുത്തരുത്. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. ഓക്കെ, അപ്പൊ ആൻസറിൽ വരുന്ന നോക്കിക്ക് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്താൽ തന്ന കാര്യം അതുപോലെ എഴുതി വെക്കും. രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കുക. √2 ഈസ് ഇറാഷണൽ നമ്പർ. √2 ഈസ് ഇറാഷണൽ നമ്പർ. ഇത് ഇറാഷണൽ ആണേലും അല്ലേലും ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. നെഗേഷൻ എഴുതാൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ നമ്പർ. ആ തന്ന കാര്യം അതുപോലെ എഴുതി ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് ഫ്രണ്ടിൽ ചേർത്തു. ഇപ്പൊ നെഗേഷന്റെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. ആ വാക്ക് പഠിച്ചു വെക്കുക, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ് കോൺവേഴ്സ്. രണ്ടാമത്തത് കോൺവേഴ്സ്. കോൺവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചോദ്യം തരുന്ന ഇഫ് പി ദെൻ ക്യൂ എന്ന രീതിയിലായിരിക്കും. പി എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, ക്യൂ വേറൊരു സ്റ്റേറ്റ്മെന്റ്. നമ്മൾ തിരിച്ചെഴുതണം. ഇഫ് ക്യൂ ദെൻ പി, ഇങ്ങനെ തിരിച്ചെഴുതുന്നതിനെയാണ് കോൺവേഴ്സ് എന്ന് പറയുന്നത്. ദ കോൺവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്, if x is a prime number, comma x is then x is odd. ഇങ്ങനെ ഒരു ചോദ്യം വന്നു നോക്കുക. നേരെ തിരിച്ചെഴുതുന്നു. if x is odd then x is a prime number. if x is odd then x is a prime number. കണ്ടോ, നേരെ തിരിച്ചെഴുതി. ആദ്യം രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതുന്നു, ആദ്യത്തെ ഭാഗം രണ്ടാമത് എഴുതി. ഇങ്ങനെ എഴുതുന്നതാണ് കോൺവേഴ്സ്. കോൺട്രാപോസിറ്റീവ് ക്വസ്റ്റ്യൻ ഇതുപോലെ തരും. if p then q, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതായിരുന്നു. if not q then not p. p then q എന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചെഴുതുകയും വേണം, നോട്ട് ചേർക്കണം. ആ റൂള് പഠിച്ചു വെക്കുക. if not q then not p, കോൺവേഴ്സ് പോലെ തന്നെ, പക്ഷെ നോട്ടും കൂടെ ചേർത്താലേ ഉള്ളൂ കോൺട്രാപോസിറ്റീവ് ആവുള്ളൂ. ഈ എക്സാമ്പിൾ നോക്കിക്കേ. കോൺട്രാപോസിറ്റീവിൽ എഴുതാൻ if x is a prime number then x is odd. x പ്രൈം ആണെങ്കിൽ അത് ഓഡ് ആയിരിക്കും എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചെഴുതുവാണ്. if x is not odd, കണ്ടോ, രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതി പക്ഷെ നോട്ട് ചേർത്തു. if x is not odd then x is not a prime number. ഇവിടെ മാത്രം നമ്പർ മാറി വരാം. ചിലപ്പോൾ √3 ആകാം, √5 ആകാം, അല്ലെ √7. ഇതൊക്കെയാണ് സാധാരണ വരാറ്. √3, √5, √7 അത്രയും.
ചോദ്യം ഒന്നുകൂടെ പറയാം. വെരിഫൈ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ റൂട്ട് 2 ഈസ് ഇറാഷണൽ. 3 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരിക. അപ്പൊ ബാക്കിയുള്ള 1 മാർക്കാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ആദ്യത്തെ സ്റ്റെപ്പ് അസ്യൂം. സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. അസ്യൂം റൂട്ട് 2 ഈസ് റാഷണൽ. റാഷണൽ, ഇറാഷണൽ അല്ല, റാഷണൽ. ഏതൊരു റാഷണൽ നമ്പറിനെയും നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. അപ്പൊ റൂട്ട് 2നെ പി ബൈ ക്യൂ ഫോമിൽ എഴുതി. നമ്മൾ അസ്യൂം ചെയ്തു റൂട്ട് 2 ഒരു റാഷണൽ ആണ്. ഇതിന്റെ സ്റ്റെപ്പ് ഇതുപോലെ കാണാൻ പഠിക്കുക കേട്ടോ. ഈ റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ 2 is equal to പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി സ്ക്വയർ is equal to 2q സ്ക്വയർ. ഇതിന്റെ അർത്ഥം പി സ്ക്വയർ 2 ഇൻറ്റു എന്ന് കിടക്കുന്നു. അപ്പൊ ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ എഴുതണം. ദാറ്റ് ഇംപ്ലൈസ് പി സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. 2 കൊണ്ട് ഗുണിച്ച് കിടക്കും. അപ്പൊ നമുക്ക് പറയാം പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. പി സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ പി ഒരു മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും. ഈ ആദ്യത്തെ സെക്ഷൻ ഇവിടെ കൊണ്ട് തീർന്നു. ഇനി നമ്മൾ എടുക്കുകയാണ് പി ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആണ്. പി ഇസ് ഈക്വൽ ടു, അവിടെ ലെറ്റ് എന്ന് എഴുതണം. ലെറ്റ് പി ഇസ് ഈക്വൽ ടു 2m. 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 2m എന്നങ്ങ് എഴുതി. വീണ്ടും സ്ക്വയർ ചെയ്യുന്നു. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ഹോൾ സ്ക്വയർ. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4m സ്ക്വയർ. ഇതിനെ 1 എന്ന് വിളിക്കുക. ഇവിടെ 1 എന്ന് കൊടുക്കുക. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2q സ്ക്വയർ എന്ന് എഴുതിയെടുത്ത് 1. ഈ പി സ്ക്വയർ എടുത്ത് മാറ്റിയിട്ട് അവിടെ 2q സ്ക്വയർ എന്ന് എഴുതാൻ പോവാം. ഫ്രം 1 2q സ്ക്വയർ is equal to 4m സ്ക്വയർ. നോക്കിക്കോണം, ഇവിടുന്ന് കിട്ടി പി സ്ക്വയർ ഒരു മൾട്ടിപ്പിൾ ആണ്, പി മൾട്ടിപ്പിൾ ആണ് 2ന്റെ. അതുപോലെ തന്നെ അവിടെ ഇപ്പൊ കിട്ടും. ഈ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ q സ്ക്വയർ is equal to 2m സ്ക്വയർ. q സ്ക്വയർ is equal to 2m സ്ക്വയർ plus q സ്ക്വയർ is a multiple of 2. multiple of 2. അവിടുന്ന് പറയാം q is a multiple of 2. ഇപ്പൊ ആദ്യം പറഞ്ഞു p multiple of 2 ആണ്. ഇപ്പൊ പറഞ്ഞു q multiple of 2 ആണ്. അപ്പൊ നമ്മൾ എഴുതണം ഇത് രണ്ടിലും, അതായത് p-ലും q-വിലും both p and q have common factor 2. common factor 2. therefore it contradicts. ആ വാക്ക് എഴുതണം, കോൺട്രഡിക്ട്സ്. അതിലല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, അവർ അസംഷൻ ഈസ് റോങ് എന്ന് എഴുതാം. ഇറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. അവർ അസംഷൻ, നമ്മൾ ചിന്തിച്ച കാര്യം തെറ്റിപ്പോയി. അതായത് എന്താണ്, റൂട്ട് 2 റാഷണൽ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത കണക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ച് നേരെ തിരിഞ്ഞു പോയി. ഇറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. therefore റൂട്ട് 2 ആരാണ്, irrational. therefore root 2 is irrational. ഇത്രയാണ് അതിന് പ്രൂഫ്. 3 മാർക്ക് കിട്ടും. ഈ സ്റ്റെപ്പിൽ വരുന്ന മാറ്റം നോക്കിക്കോണം ആകെ. പരീക്ഷ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണ്. വെരിഫൈ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ റൂട്ട് 3 is irrational. അപ്പൊ അസ്യൂം റൂട്ട് 3 is rational. root 3 is equal to p by q. squaring both side. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യും. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും 3 is equal to p square by q square. p square is equal to 3q square. p square is a multiple of 3. therefore p is a multiple of 3. അപ്പൊ ഇവിടെ എഴുതണം p is equal to 3m.
p square is equal to 3m square. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ അത് 9m സ്ക്വയർ. ഇനി വീണ്ടും 1 വന്നു. ഇതാണ് 1. 1 പറഞ്ഞു p സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3q സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 3q സ്ക്വയർ is equal to 9m സ്ക്വയർ. That is 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും കിട്ടും 3m സ്ക്വയർ. q സ്ക്വയർ is a multiple of 3. q സ്ക്വയർ is a multiple of 3. q is a multiple of 3. ഇവിടെ p കിട്ടി multiple of 3. q ഉം കിട്ടി multiple of 3. Therefore both p and q have a common factor 3. രണ്ടിലും 3 ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്ത കാര്യം തെറ്റിപ്പോയി. ഇറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. അല്ലെങ്കിൽ അവർ അസംഷൻ ഈസ് റോങ് എന്ന് എഴുതിയാലും മതി. ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അത്. √2 ഈസ് റൂട്ട്, അപ്പൊ കിട്ടും √3 ഈസ് ഇറാഷണൽ.